മമ്മൂട്ടി അമൽ നീരദിന്റെ കന്നി ചിത്രം ഫസ്റ്റ് പടം എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബി ആണ്. ബിഗ് ബിക്ക് ശേഷം അമൽ നീരദ് ഗംഭീര കുറെ ചിത്രങ്ങൾ അണിയറയിൽ ഒരുക്കി. ഇപ്പം ബാച്ചിലർ പാർട്ടി 2 ആണ്. ബാച്ചിലർ പാർട്ടി 2-ന്റെ റിലീസ് ഒക്ടോബറിൽ, പൂജയ്ക്കാണ് അതിന്റെ റിലീസ്. ഒരുമാതിരിപ്പെട്ട യുവതാരങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അടുത്ത ചോദ്യം, ഇനി അമൽ നീരദിന്റെ ചിത്രം ഏതാണ്? സ്ട്രോങ് റൂമേഴ്സ് ആണ് 90% മമ്മൂട്ടി അമൽ നീരദ് വീണ്ടും ഒന്നിക്കുന്നു. പക്ഷേ അവിടെ ഒരു ചെറിയൊരു മാറ്റം എന്ന് പറയുന്നത് ബിലാൽ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ബിലാൽ അല്ല, ബിലാലിന് പകരം വേറൊരു ചിത്രമാണ്. അത് അത്യാവശ്യം നല്ല, ഈ ഭീഷ്മപർവ്വത്തിന്റെ സമയത്ത് തന്നെ മമ്മൂട്ടിക്ക് വേണ്ടി 3 സബ്ജക്റ്റുകൾ പറഞ്ഞിരുന്നു. മമ്മൂട്ടി തന്നെ ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ആ 3 സബ്ജക്റ്റുകളിൽ ഇച്ചിരി ബാക്കിയുള്ള 2 സബ്ജക്റ്റുകൾ ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള 2 സബ്ജക്റ്റുകളാണ്. കുറച്ച് തുകയാകുന്ന, ബഡ്ജറ്റ് ആകുന്ന പടങ്ങളാണ്. അതിനകത്ത് ഒരെണ്ണമായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ അമൽ നീരദ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. എന്തായാലും ബിലാൽ ഉപേക്ഷിച്ചിട്ടില്ലെന്നുള്ളൊരു സന്തോഷ വാർത്തയും ഇതിനകത്തുണ്ട്. കാരണം ബിലാൽ ഇത്രയും വർഷമായി, 8 വർഷമായി, 10 വർഷമായി ആഘോഷിക്കുന്നു. ബിലാലിൻ്റെ പോസ്റ്റർ മാത്രമേ ഉള്ളൂ, പക്ഷേ ബിലാലിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നില്ല. പക്ഷേ ബിലാൽ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സ്ട്രോങ് റൂമേഴ്സ്. കാരണം ഇത് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും അടുത്ത നടക്കാൻ പോകുന്ന അമൽ നീരദ് ചിത്രം, മമ്മൂട്ടി ചിത്രം ബിലാൽ അല്ല, മറ്റൊരു ചിത്രമായിരിക്കും. പക്ഷേ ബിലാൽ ഉപേക്ഷിച്ചിട്ടുമില്ല. എന്തായാലും ഡബിൾ ധമാക്കയാണ് മമ്മൂട്ടി സംബന്ധിച്ചിടത്തോളം. മമ്മൂട്ടി അമൽ നീരദ് ഒന്നിക്കുമ്പം എന്തായാലും ഒരു സ്റ്റൈലിഷ് ആക്ഷൻ ചിത്രം പ്രതീക്ഷിക്കാം. മമ്മൂട്ടിയെ എങ്ങനെയൊക്കെ ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്യണമെന്ന് ഗംഭീരമായിട്ട് അറിയാവുന്ന ഒരു ഡയറക്ടർ കൂടിയാണ് അമൽ നീരദ്.